ഞാനൊരു സ്പെഷ്യൽ DED സ്റ്റുഡൻ്റ് ആണ്. സ്പെഷ്യൽ DED സ്റ്റുഡൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചുറ്റും കുറേ സ്പെഷ്യൽ നീഡ് ആവശ്യമായിട്ടുള്ള കുഞ്ഞുങ്ങളുണ്ട്. അവരെ പഠിപ്പിക്കുന്നതിനായി കുറച്ച് ടീച്ചേഴ്സിനെ ട്രെയിൻ ചെയ്ത് വിടുന്ന ഒരു ടീച്ചിങ് പ്രോഗ്രാമാണ് സ്പെഷ്യൽ DED എന്ന് പറയുന്നത്. സ്പെഷ്യൽ നീഡ് ആവശ്യമുള്ള കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ജനിക്കുന്നതിൽ കുറച്ചു ഭാഗം കുഞ്ഞുങ്ങളെങ്കിലും എന്തെങ്കിലും ഡിസബിലിറ്റിയോടെ ജനിക്കുന്ന കുഞ്ഞുങ്ങളും ജനിച്ചതിന് ശേഷം ഡെവലപ്മെൻറ്റ് ഡിലേ കൊണ്ട് ഡിസബിലിറ്റി ആവുന്ന കുഞ്ഞുങ്ങളൊക്കെയാണ് ഉള്ളത്. ഇവർക്ക് നോർമൽ കുട്ടികളെ പഠിപ്പിക്കുന്നത് പോലെ തന്നെ ഇവരെയും പഠിപ്പിച്ച് ഇവരെയും സമൂഹത്തെ മുൻനിരയിലോട്ട് കൊണ്ടുവരാനാണ് നോക്കുന്നത്. പണ്ട് കാലത്തെന്ന് വെച്ചാൽ ഇതുപോലുള്ള കുഞ്ഞുങ്ങളെ കൂടുതലും വീടിനകത്ത് കൂട്ടിയിടുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇവരെ പുറത്തോട്ട് ഇറക്കുകയോ മറ്റുള്ളവരുമായി സമ്പർക്കത്തിൽ ഏർപ്പെടാൻ സമ്മതിക്കുകയോ ഒന്നും ചെയ്യില്ലായിരുന്നു. എന്നാൽ ഇപ്പോഴെന്ന് വെച്ചാൽ അങ്ങനെയല്ല. ഇവർക്കും നമ്മുടെ സമൂഹത്തിൽ ഒരു സ്ഥാനമുണ്ട്. ഇവർക്കും നമ്മളെയൊക്കെ പോലെ ജീവിക്കുവാനും നമ്മളെപ്പോലെ എല്ലാ കാര്യങ്ങൾ ചെയ്യാനും ഇവർക്കും ആഗ്രഹമുണ്ട്. അപ്പം അവരെയും ഒരു പരിധി വരെ ഇതുപോലെ കൊണ്ടുവരാനാണ് ഇപ്പോൾ നമ്മുടെ സർക്കാരും എല്ലാവരും ഇതിനു വേണ്ടി പരിശ്രമിക്കുന്നത്. ഇതിനായി ഇന്ന് നമുക്ക് ചുറ്റും ഒരുപാട് സ്പെഷ്യൽ സ്കൂളുകളുണ്ട്. ഗവൺമെന്റ് സ്പെഷ്യൽ സ്കൂളുകൾ അല്ലെങ്കിലും പ്രൈവറ്റ് ആയിട്ടും അധിക ഫീസൊന്നും വാങ്ങാതെ ചാരിറ്റബിൾ ആയിട്ടൊക്കെ നടത്തുന്ന ഒരുപാട് സ്പെഷ്യൽ സ്കൂളുകളുണ്ട്. നമുക്കിങ്ങനെ കുത്തുള്ള കുഞ്ഞുങ്ങളെ അവിടെ കൊണ്ടാക്കുന്നതിലൂടെ അവർക്ക് ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ഇങ്ങനെ ഒരുപാട് തെറാപ്പിയിലൂടെയും സ്പെഷ്യൽ ടീച്ചേഴ്സിൻ്റെ ക്ലാസ്സിലൂടെയൊക്കെ ഇവരിൽ മാറ്റം വരുത്തി ഇവർ ഏറെക്കുറെ ഇൻഡിപെൻഡൻ്റ് ആക്കാൻ നമുക്ക് കഴിയും. ഈ ഇൻഡിപെൻഡൻ്റ് ആക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഡെവലപ്മെന്റ് ഏറ്റവും കൂടുതൽ നടക്കുന്ന സമയമാണ് മൈൽ സ്റ്റോൺസ് എന്ന് പറയും. നമ്മുടെ ജനനം മുതൽ 6 വയസ്സ് വരെയുള്ള കാലത്താണ് അവരുടെ ബുദ്ധിവികാസം ഏറ്റവും കൂടുതൽ നടക്കുന്നത്. ഈ സമയത്ത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നതിലൂടെയാണ് നമുക്ക് ഇവരെ കൂടുതലായി ഇൻഡിപെൻഡൻ്റ് ആക്കാൻ കഴിയുന്നത്. നമ്മളിവരെ എത്രത്തോളം ഐഡന്റിഫൈ ചെയ്യാൻ ലേറ്റ് ആകുന്നോ അത്രത്തോളം നമുക്ക് ഇവരിൽ പ്രവർത്തിക്കാനുള്ള സമയവും കുറച്ചാണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു കുഞ്ഞ് ജനിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞിനെ എന്തെങ്കിലും കുഞ്ഞിപ്പോൾ ജനിച്ചതിന് ശേഷം കുഞ്ഞ് തല ഉയർത്തി പിടിക്കുവാനോ കമരുവാനോ നോർമലി പറയുന്ന ഒരു സമയമുണ്ടല്ലോ. ആ സമയം, അതായത് 3 മാസത്തിനകം തല ഉയർത്തിപ്പിടിക്കണം, എണീറ്റിരിക്കണം, 6 മാസത്തിന് മുമ്പ് കുഞ്ഞ് എണീറ്റിരിക്കണം, ഇങ്ങനെയൊക്കെ പറയുന്നതിൽ എന്തെങ്കിലും 1 മാസം നോർമലി സാരമില്ല. അത് കഴിഞ്ഞ് ഒരു മാസം ഒന്നും വേണ്ടത് 2 മാസമായിട്ട് ലേറ്റ് ആവുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലുള്ളവർ പറയുന്നത് കേൾക്കാതെ നമ്മൾ എന്തായാലും കുഞ്ഞിനെ ഒരു പീഡിയാട്രീഷ്യനെ കാണിച്ച് കുഞ്ഞിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അത് നോർമൽ ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. നോർമൽ ആണെന്നറിഞ്ഞാൽ സാരമില്ല, അല്ല എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെന്നറിഞ്ഞാൽ അതിനായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അപ്പോൾ തന്നെ തുടങ്ങണം. അതിലൂടെ ഈ 2 മാസം വൈകിയത് നമുക്ക് പെട്ടെന്ന് തന്നെ ശരിയാക്കി എടുക്കാൻ കഴിയും. അവർ ഒരുപാട് ഡിസബിലിറ്റിയിലോട്ട് പോകുന്നതിന് മുമ്പ് നമുക്ക് അവരെ കുറച്ചെങ്കിലും അവരുടെ ഡിലേകൾ നമുക്ക് ഇല്ലാതാക്കാൻ കഴിയും. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിവൊന്നും നമുക്ക് ചുറ്റുമുള്ള പല പാരൻസിനും ഇന്നില്ല. കാരണം എനിക്കും ഇല്ലായിരുന്നു. ഞാനും ഈ ഫീൽഡിലോട്ട് വന്നതിന് ശേഷമാണ് ഇങ്ങനെയൊക്കെ ഉണ്ട് എന്ന് മനസ്സിലായത്. ഞങ്ങളുടെ കോഴ്സ് എന്ന് വെച്ചാൽ കൂടുതലും ഈ കോഴ്സിനൊന്നും അധികം ആരും വരുന്നില്ല. ഞങ്ങൾ തന്നെ 12 പേരാണുള്ളത്. ഈ നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെ വെറും 2 കോളേജസ് ഇത് പഠിപ്പിക്കുന്നതിനായിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് ആർക്കും വലിയ അറിവില്ലാന്ന് ഇതിൽ നിന്ന് മനസ്സിലാവും. സ്പെഷ്യൽ കുട്ടികളെ കിട്ടുന്ന പാരൻസിന് മാത്രം അതെന്തെന്നറിയാം, അല്ലെങ്കിൽ അവരുടെ ഫാമിലി. ബാക്കി ആർക്കും ഇതിനെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ല. ഞങ്ങളുടെ കോഴ്സിൽ കൂടുതലും ഞങ്ങൾ ഓട്ടിസം, ID, SLD ഈ 3 ഡിസബിലിറ്റികളും ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്, വേറെ ഡൗൺ സിൻഡ്രം അങ്ങനെയൊക്കെ വരുന്ന ബാക്കി ഡിസബിലിറ്റിയെ കുറിച്ചാണ് ഞങ്ങൾക്ക് പഠിപ്പിക്കുന്നത്. പിന്നെ ഞങ്ങൾക്ക് എല്ലാ ഡിസബിലിറ്റികൾ വരുന്ന കുഞ്ഞുങ്ങളെയും സ്പെഷ്യൽ നീഡ് ആവശ്യമുള്ള കുഞ്ഞുങ്ങളെയും എങ്ങനെ അവരെ ട്രീറ്റ് ചെയ്യണമെന്നും അവർക്ക് എന്താണ് നീഡെന്ന് മനസ്സിലാക്കുവാനും ഒക്കെയാണ് ഞങ്ങൾക്ക് പഠിപ്പിച്ച് അവരെ എങ്ങനെ നമുക്ക് ഒരു പരിധി വരെ ഇൻഡിപെൻഡൻ്റ് ആക്കാമെന്നുമാണ് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത്. ഞങ്ങളുടെ അവിടെ ഉണ്ട് സ്പെഷ്യൽ ഡൗൺ സിൻഡ്രം ആയിരുന്നിട്ട് ആ കുട്ടി സ്വന്തമായിട്ട് ഇപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സ്വന്തം കാര്യങ്ങൾ ചെയ്യും. ബസ് കയറി കോളേജിൽ വരിക വരെ ചെയ്യും. അങ്ങനെയുള്ളവർ വരെ നമ്മുടെ കോളേജിലുണ്ട്. നമുക്ക് അങ്ങനെ ആക്കാൻ പറ്റും. അത് പെട്ടെന്ന് കഴിയുന്നല്ല, നിരന്തരമായ ട്രെയിനിങ്ങിലൂടെയും നന്നായിട്ട് അവരെ നമ്മൾ ട്രെയിൻ ചെയ്യുന്നതിലൂടെയും തെറാപ്പികൾ കൊടുക്കുന്നതിലൂടെയും നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും. അപ്പം ഇങ്ങനത്തെ കുഞ്ഞുങ്ങളെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാം, അവർക്ക് എങ്ങനെയാണ് നമുക്ക് നോർമൽ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ അവരെ പഠിപ്പിക്കാൻ കഴിയില്ല. അവർക്കിപ്പോൾ ലൈഫ് സ്കില്ലുകളായാലും ജസ്റ്റ് ബ്രഷ് ചെയ്യുന്നത്, കുളിക്കുന്നത്, ഡ്രസ്സ് ചെയ്യുന്നത്, അതുവരെ നമുക്ക് അവരെ ട്രെയിൻ ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ നോർമൽ കുഞ്ഞുങ്ങളെ നമ്മൾ ചെയ്യുന്നത് കണ്ടോ അങ്ങനെയൊക്കെ അവർ പഠിച്ചോളും. എന്നാൽ നമ്മുടെ സ്പെഷ്യൽ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ അതെല്ലാം ട്രെയിൻ ചെയ്താണ് കൊടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഞങ്ങളുടെ ടീച്ചിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത്.
ഇതെല്ലാം എങ്ങനെ ചെയ്യാമെന്ന് എന്നെ പഠിപ്പിക്കുന്നതിൽ നിന്ന് എനിക്ക് കിട്ടുന്ന അറിവിലൂടെ ഞാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും പറഞ്ഞു തരുന്നതാണ്. അപ്പം നമുക്ക് തുടർന്നുള്ള വീഡിയോസിൽ അതിൻ്റെ ഓരോ കാര്യങ്ങൾ എങ്ങനെ ഇവരെ പഠിപ്പിക്കാം, എങ്ങനെ ട്രെയിൻ ചെയ്യാം എന്നെല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും ചെയ്യണം.